മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കിയാണ് ഹാച്ചിയുടെ കഹാനിയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹാച്ചിയും നമ്മുടെ പ്രൊഫസറും വളരെയധികം സന്തോഷത്തോടെ എങ്ങനെ ജീവിതം മുമ്പോട്ടേക്ക് നയിക്കുകയാണ്. പ്രൊഫസറിനെ എല്ലാ ദിവസവും സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും തിരിച്ച് ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അദ്ദേഹം ട്രെയിനിൽ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഹാച്ചി അവിടെ വന്ന് പ്രതീക്ഷിച്ചിരിക്കും. നമ്മുടെ എന്താ പറയുക, പ്രൊഫസറിനെ വളരെയധികം പ്രതീക്ഷയോടെ അങ്ങനെ കാത്തിരിക്കുക അവിടെ. എന്നിട്ട് പ്രൊഫസർ വരുന്ന സമയത്ത് പ്രൊഫസറിനെയും കൂട്ടിയിട്ട് രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നതാണ് നമ്മൾ എടുത്തത്. അത്രയും ഭാഗമാണ് നമ്മൾ എടുത്തത് അല്ലേ? അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു, അതിനുശേഷം എന്താണ് സംഭവിച്ചത് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. एक शाम हाची स्टेशन के बाहर बैठकर इंतजार कर रहा था. एक शाम ഒരു വൈകുന്നേരം, एक शाम പറഞ്ഞ ഒരു വൈകുന്നേരം, ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ इंतजार कर रहा था. ഹാച്ചി സ്റ്റേഷന് പുറത്ത് ഈ യജമാനനെ, നമ്മുടെ പ്രൊഫസറിനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബഹുത് ദേർ ഹോ ഗയി, സമയം കുറേ വൈകി. ബഹുത്ത് ദേർ ഹോ ഗയി, സമയം വൈകിയിരിക്കുന്നു. ലേക്കിൻ പ്രൊഫസർ ലൗഡ്കർ നഹി ആയി, പക്ഷേ പ്രൊഫസർ തിരിച്ചെത്തിയില്ല. ഹാച്ചി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി, പക്ഷേ ആര് വന്നില്ല? പ്രൊഫസർ വന്നില്ല. ബർഫ് ഗിർനേലേക്ക്, രാത്ത് ഹോ ഗയി, രാത്രിയായി, രാത്ത് ഹോ ഗയി, രാത്രിയായി. ബർഫ് ഗിർനേലേക്ക്, മഞ്ഞ് വീഴാൻ തുടങ്ങി. പറഞ്ഞോ പ്രൊഫസറായെ, പക്ഷേ പ്രൊഫസർ എത്തിയില്ല. നഹി ഹാച്ചി ഉസ് ജഗ സേ ഹില, ഹാച്ചി അവിടെ നിന്ന് മാറിയതേയില്ല. ഹാച്ചി അവിടെ തന്നെ പ്രതീക്ഷയോടെ ഇരുന്നു. പ്രൊഫസർ എത്തും എന്ന പ്രതീക്ഷയിൽ ഹാച്ചി അവിടെ ഇരുന്നു. ദർ അസൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ താ. ദർ അസൽ, ദർ അസൽ പറഞ്ഞ യഥാർത്ഥത്തിൽ, യഥാർത്ഥത്തിൽ ഉസ് ദോപഹർ കോ, അതായത് യഥാർത്ഥത്തിൽ അന്ന് ഉച്ചയ്ക്ക് പ്രൊഫസർ ഓഫീസിൽ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. അബ് ഉനേം കബീ നഹി ലൗട്ട്നാ താ, ഇനി അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരുമായിരുന്നില്ല. അദ്ദേഹം മരിച്ചു, ഇനി അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരുമായിരുന്നില്ല. लेकिन हाची को यह बात कैसे पता चल सकती थी, പക്ഷേ ഹാച്ചിക്ക് ഈ കാര്യം എങ്ങനെ അറിയാനാണ്? ഉസേ തോ ബസ് ഇത്തനാ സമജ് ആയാ കി, അവൾക്ക് ഇത്രമാത്രം, ബസ് കേവലം, ഇത്രമാത്രം, സമസ്യായാക്കി ഇത്രമാത്രം അവൾക്ക് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഉസ്കാ ദോസ്ത് ഇസ് ജഗഹ് ട്രെയിൻ സേ ഉതർ കർ ഹർ റോസ് ഉസ്കെ പാസ് ലൗട്ട് ആത്താ താ. അതിൻ്റെ അവൻ്റെ, അതായത് ആ നായ്ക്കുട്ടിയുടെ ദോസ്ത്, ഹാച്ചിയുടെ ഫ്രണ്ട് ഇവിടേക്ക്, ഈ സ്ഥലത്തേക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് എല്ലാ ദിവസവും ഉസ്കെ പാസ് ലൗട്ടാത്താത, അവളുടെ അടുത്തേക്ക് തിരിച്ചെത്തുമായിരുന്നു. അവൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുമായിരുന്നു. ഹാച്ചിയുടെ അടുത്തേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ട്രെയിൻ ഇറങ്ങിയിട്ട് തിരിച്ചെത്തുമായിരുന്നു ആ പ്രൊഫസർ. ആജ് നഹി ലൗട്ട, ഇന്ന് തിരിച്ചെത്തിയില്ല. ഹോ സക്താ ഹേ ദോടി ദേർ ബാദ് ആ ജായേ, എന്താ തോന്നുന്നത്? കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചെത്തും എന്നാണ് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം തിരിച്ചെത്തും, വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ ഹാച്ചി കാത്തിരിക്കുകയാണ്. ഹാച്ചി പറയുന്നു, എൻ്റെ ദോസ്ത് തീർച്ചയായിട്ടും എത്തും. ദേർ രാത്ത് പ്രൊഫസർ കെ പരിജൻ ഉസേ ജബരൻ ഗർ ലേ ഗയേ. ദേർ രാത്ത്, കുറേ വൈകി, രാത്രി കുറേ വൈകിയിട്ടും ഹാച്ചി വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല അല്ലേ? അങ്ങനെ രാത്രി കുറേ വൈകിയതിന് ശേഷം പ്രൊഫസർക്ക് പരിജൻ, പ്രൊഫസറിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രൊഫസറിൻ്റെ പരിജൻ, പ്രൊഫസറിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആശ്രിത് പറഞ്ഞാൽ പരിചാരകർ, ആരോ അവരെ വീട്ടിൽ നിന്നും വന്നിട്ട് ഉസേ ജബരൻ ഗർ ലേ ഗയേ. ജബരൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച്,
വളരെയധികം ബലം പ്രയോഗിച്ചിട്ട് എന്നൊക്കെ പറയും. ബലം പ്രയോഗിച്ച് ഗർലേഖയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹാച്ചി അവിടെ നിന്ന് പോകുന്നില്ല, യജമാനെ കാണാത്തത് കൊണ്ട്, പ്രൊഫസറെ കാണാത്തത് കൊണ്ട് ഹാച്ചി അവിടെ നിന്ന് പോകുന്നില്ല അല്ലേ. അപ്പം അവരെന്ത് ചെയ്തത്? ബലം പ്രയോഗിച്ച് ഹാച്ചി അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. ലേക്കിൻ അഗലി സുബ് ഹാച്ചി ഫിറുസി ജഗ ആക്കർ ബൈഠ് ഗയ. പക്ഷേ അഗലി സുബ് അടുത്ത പ്രഭാതത്തിൽ തന്നെ ഹാച്ചി എന്ത് ചെയ്തു? ഫിർ ഉസി ജഗ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. ഉസേ വിശ്വാസ് ദാക്കി അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. പ്രൊഫസർ റോസ് കി തര സ്റ്റേഷൻ കെ ഉസ് ദർവാസെ സെ നികൽ കർ ആയെങ്കെ. അവൾ വിശ്വസിച്ചു. അവൾ എന്താ വിശ്വസിച്ചത്? പ്രൊഫസർ റോസ് കി തര, പ്രൊഫസർ നിത്യവും എന്ന പോലെ, നിത്യവും ഉള്ളതുപോലെ, എല്ലാ ദിവസവും പ്രൊഫസർ എങ്ങനെയാണോ വരാറുള്ളത് അതുപോലെ, പതിവ് പോലെ സ്റ്റേഷൻ കെ ഉസ് ദർവാസേസെ നികൽക്കർ ആയെങ്കിൽ ആ സ്റ്റേഷൻ്റെ ആ കവാടം കടന്നിട്ട്, ആ ഗേറ്റ് കടന്നിട്ട് തീർച്ചയായിട്ടും പ്രൊഫസർ വരും എന്ന് അവൾ വിശ്വസിച്ചു. അവൾ അങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങി. ഉസ്സെ പ്യാർ കരേങ്കെ और फिर वे दोनों गेलते टहलते घर लौटेंगे. ഉസ്സെ പ്യാർ കരേങ്കെ അവളെ സ്നേഹിക്കും, ഹാച്ചിയെ സ്നേഹിക്കും. और फिर वे दोनों गेलते टहलते പിന്നീട് അവർ രണ്ടുപേരും ഗേൽത്തെ ടെഹൽത്തെ കളിച്ചുകൊണ്ട് ഗർ ലൗട്ടേങ്കെ വീട്ടിലേക്ക് തിരിച്ചു പോകും. രണ്ടുപേരും എല്ലാ ദിവസവും സന്തോഷത്തോടെ കളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുക അല്ലേ. അപ്പോൾ അദ്ദേഹം വരും, അദ്ദേഹം വന്നിട്ട് എൻ്റെ അരികിലേക്ക് വരും, ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോകും എന്നൊക്കെ ചിന്തിച്ച് ഹാച്ചി അവിടെ തന്നെ ഇരുന്നു. कुछ समय बाद പ്രൊഫസർ की पत्नी ने मकान बेच दिया. കുറച്ചു കാലങ്ങൾക്ക് ശേഷം പ്രൊഫസർ की पत्नी, പ്രൊഫസറിന്റെ ഭാര്യ, മക്കാൻ ബേച്ച് ദിയ അവരുടെ വീട് വിറ്റു. ആർ ദൂസരേ ഷഹർ ചലി ഗയി മറ്റൊരു മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. ദൂസരേ ഷഹർ മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. വഹ് അപ്പനെ സാത്ത് ഹാച്ചി കോ ബി ലേത്തി ഗയി തി. അവൾ തന്നോടൊപ്പം ഹാച്ചിയെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ലേക്കിൻ ഹാച്ചി വഹാംസെ ബാഗ് ആയ और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतजार करने लगा. ലേക്കിൻ എന്നാൽ ഹാച്ചി വഹാംസെ ബാഗ് ആയ അവിടെ നിന്ന് ഓടിപ്പോന്നിട്ട് സ്റ്റേഷൻ കെ ബാഹർ ടീക്ക് ഉസി ജഗഹ് പർ സ്റ്റേഷന്റെ പുറത്ത് ആ അതേ സ്ഥലത്ത് തന്നെ, കൃത്യം അതേ സ്ഥലത്ത് തന്നെ ബൈഡ്കർ ഫിർസെ ഇന്തസാർ കർണലക അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നിട്ട് വീണ്ടും പ്രൊഫസറെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പഹ്ചാൻതേ തെ. സ്റ്റേഷനിലെ ചുറ്റിലുമുള്ള ആളുകൾക്ക് ഹാച്ചിയെ അറിയാമായിരുന്നു. വേ ലോഗ് ഹാച്ചി കോ ഗാന ഗിലാ ദേത്തെ. അവിടെയുള്ള ആളുകൾ ഹാച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. ഗാന ഗിലാ ദേത്തെ ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. വഹ് ദിൻ ബർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ്ത. അവനെ ആ ഹാച്ചിയെ ദിൻ ബർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ്ത ദിവസം മുഴുവനും ഹാച്ചിനെ ആ സ്റ്റേഷനിൽ തന്നെ കാണാൻ തുടങ്ങി. അവൻ അവിടെ നിന്ന് പോവാതെ പ്രൊഫസറിനെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. ദിവസം മുഴുവൻ അവിടെ തന്നെ ഉണ്ടാവും. ട്രെയിൻ ആത്തി തോ ഉജക് കർ അപ്പനെ പ്രൊഫസർ കോ ഗോജാ കർത്ത. ട്രെയിൻ വരുന്ന സമയത്ത്, എത്ര ട്രെയിനാണോ വരുന്നത് അത്രയും ട്രെയിനുകളൊക്കെ വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അതിലൊക്കെ പ്രൊഫസർ ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഉജക്കർ എന്താണ് കൂതുക്കർ ചാടി, ഉജക്ക് പറഞ്ഞ കൂതുക്കർ ചാടിയിട്ട് അപ്പനെ പ്രൊഫസർക്കോ ഗോജാ കർത്ത പെട്ടെന്ന് ചാടിപ്പോയി നോക്കും പ്രൊഫസർ അതിലുണ്ടോ എന്ന് അവൻ അന്വേഷിക്കും. ഗോജാ കർത്ത അന്വേഷിക്കും. രാത്ത് ഹോത്തി രാത്രിയായി. സിർ ചുക്കാക്കർ വഹ് യാർഡ് മേ സോനെ ചലാ ജാത്ത. രാത്രിയാവുമ്പോൾ എന്ത് ചെയ്യും, സിർ ചുക്കാക്കർ തല കുനിച്ച് യാർഡില് ഉറങ്ങാൻ വേണ്ടി പോകും. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा. 1 വർഷം 2 വർഷം 3 വർഷം പൂരെ 9 साल കൃത്യം 9 വർഷവും
9 മഹീനെ 9 മാസവും, കൃത്യം 9 വർഷവും 9 മാസവും വരെ ഹാച്ചി ടീക്ക് ഉസി ജഗ ബൈഠ്കർ, കൃത്യം അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് അപ്പനെ പ്രൊഫസർ കാ ഇന്തസാർ കർത്താ രഹ, തൻ്റെ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ജിസെ ഏക് സുബഹ് ഉസ്നെ ട്രെയിൻ മേ ബിഠാകർ വിദാ കിയാ ഥാ, ലേക്കിൻ ജോ ഫിർ കബി ലൗട്ട്കർ നഹീ ആയ, അദ്ദേഹം ഒരു പ്രഭാതത്തിൽ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വിട തന്നതാണ്, എന്നോട് ടാറ്റ പറഞ്ഞു പോയതാണ് ഒരു പ്രഭാതത്തിൽ അല്ലേ. ലേക്കിൻ ജോ ഫിർ കബി ലൗട്ട്കർ നഹീം ആയ, പക്ഷേ പിന്നീട് ഒരിക്കലും അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്, ഹാച്ചി കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹീ പടാ. സർദി പറഞ്ഞാൽ തണുപ്പ്, ശൈത്യകാലം, ചൂടുകാലം, ഗർമി വേനൽക്കാലം, ബർസാത്ത് മഴക്കാലം, ബർഫ് മഞ്ഞുകാലം, ഇത്രയും കാലങ്ങളൊക്കെ മഞ്ഞുകാലവും മഴക്കാലവും വേനൽക്കാലവും എല്ലാ കാലങ്ങളും കടന്നുപോയി. ഹാച്ചിക്കോ ഇൻ സബ്സേ കോയി ഫർക്ക് നഹീ പടാ, ഹാച്ചിക്ക് അതിനൊന്നും വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, അവനൊരു ഒന്നും അനുഭവപ്പെട്ടില്ല. എല്ലാ കാലത്തിലും അവൻ എന്ത് ചെയ്തു? വെറും പ്രതീക്ഷ മാത്രം, പ്രൊഫസറിൻ്റെ പ്രതീക്ഷ മാത്രമാണ് അവനുള്ളത് അല്ലേ. അപ്പം അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവൻ ആ പ്രതീക്ഷയിൽ മാത്രം അവിടെ ഇരുന്നു. മഴയും വേനലും ഒന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती. बीच में कभी, ഇടയ്ക്ക് എപ്പോഴോ, കിസി ബറസ് പ്രൊഫസർ കി പത്നി, ഏതോ ഒരു വർഷം പ്രൊഫസറിൻ്റെ ഭാര്യ, അപ്പനെ പതി കി കബ്ർ പർ, തൻ്റെ ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ, ഫൂൽ ചടാനെ ആ ജാത്തി, ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. തബ് വഹ് ഹാച്ചി കെ സാത്ത് സടക്ക് പർ ബൈഠ്കർ രോത്തി രഹത്തി, അപ്പോൾ അവൾ ഹാച്ചിയെ റോഡിൽ കണ്ടിട്ട്, ഹാച്ചി സാത്ത് സടക്ക് പർ ബൈഠ്കർ രോത്തി രഹത്തി, ഹാച്ചിയെ കണ്ടിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ കരഞ്ഞു. और शायद उस मोग जानवर के प्रेम समर्पण व प्रतीक्षा पर अजरज करती, ആ മിണ്ടാപ്രാണിയുടെ, ഷായദ് ഉസ് മൂഗ് ജാൻവർ കെ പ്രേം, ആ മിണ്ടാപ്രാണിയുടെ സ്നേഹം, സമർപ്പണഭാവം, പ്രതീക്ഷ, ഇതെല്ലാം അവളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടാവും. അവള് ഇത്രയും പ്രതീക്ഷയോടെ ഇത്രയും വർഷങ്ങൾ അവിടെ കാത്തിരിക്കുന്ന, മഴയില്ല, മഞ്ഞില്ല, വെയിലില്ല, ഒന്നുമില്ലാതെ, അതൊന്നും വകവെക്കാതെ ആ ട്രെയിന് വരുന്നതും നോക്കി സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന ഹാച്ചി. അപ്പോൾ അത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് വളരെയധികം സങ്കടമായില്ലേ. ഭാര്യ അവളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? കരഞ്ഞു. സമയ്ക്ക് സാത്ത് ഹാച്ചി ബൂട്ടാ ഹോഗയ, സമയത്തോടൊപ്പം കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ, വർഷങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആ വർഷങ്ങൾ കടന്നു പോകുന്നതോടൊപ്പം ഹാച്ചി ബൂട്ടാ ഹോഗയ, ഹാച്ചി വൃദ്ധനാവാൻ തുടങ്ങി, പ്രായം കൂടാൻ തുടങ്ങി ഹാച്ചിക്ക്. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹീം ചോട, എങ്കിലും പ്രതീക്ഷ ഉപേക്ഷിച്ചില്ല. ഹാച്ചി എന്ത് ചെയ്തില്ല? പ്രതീക്ഷ ഉപേക്ഷിച്ചില്ല. പ്രൊഫസർ വരും എന്ന പ്രതീക്ഷയിൽ തന്നെ അവള് ഹാച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. 1935 में 1935 ഉസി ജഗ ബൈഠേ ബൈഠേ ഉസ്നെ ദം തോട് ദിയ, ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഹാച്ചി ദം തോട് ദിയ, അന്ത്യശ്വാസം വലിച്ചു. ദം തോട് ദിയ, അന്ത്യശ്വാസം വലിച്ചു. ഉസ് സമയ ബർഫ് ഗിർ രഹി ഥി, ആ സമയത്ത് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചി കി ഗുലി ആങ്കോങ്കോ ജൈസെ അബ് ബി ഇന്തസാർദ, മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ അപ്പോഴും എന്തുണ്ടായിരുന്നു? അബ് ബി, അപ്പോഴും, ഇന്തസാർദ, പ്രതീക്ഷയായിരുന്നു. മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ കണ്ണുകളിൽ, മരിച്ചു കിടക്കുന്ന കണ്ണുകളിൽ പോലും ആ സമയത്തും പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ആരെ പറ്റിയുള്ള പ്രതീക്ഷയാണ്? പ്രൊഫസർ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഹാച്ചി എന്താവുന്നു? മരിച്ചു പോവുകയാണ് അല്ലേ. അതാണ് നമ്മുടെ കഹാനി. വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്.
എല്ലാവരും 2 പാട്ടുണ്ട്, 2 പാർട്ടും ശരിക്കും കണ്ടിട്ട് പഠിക്കുക. നമ്മൾ കഥ എടുക്കുന്ന സമയത്ത് ഹാച്ചിനെ ചില സ്ഥലങ്ങളിൽ അവളെന്നും ചില സ്ഥലങ്ങളിൽ അവൻ എന്നും പറഞ്ഞു പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അത് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് മാറിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.